വയനാട്, എത്ര കണ്ടാലും മതി വരാത്ത എൻ്റെ സ്വന്തം നാട്. ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകളും മഞ്ഞിൽ പൊതിച്ചു കിടക്കുന്ന വയലേലുകളും കൊണ്ട് സമൃദ്ധമായ നാട്. അങ്ങനെ ഒരു ഇടത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, കുറുമ്പാലക്കോട്ട. മേഘങ്ങൾക്ക് മുകളിൽ പറന്നുയർന്ന് താഴേക്ക് നോക്കിയാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെയൊരു കാഴ്ചയാണ് കുറുമ്പാലക്കോട്ട നമുക്ക് സമ്മാനിക്കുന്നത്. വയനാട്ടിലെ പടിഞ്ഞാറത്തറയ്ക്ക് അടുത്താണ് കുറുമ്പാലക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. മൊതക്കര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് എൻ്റെ വീടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറത്തറ മാനന്തവാടി റൂട്ടിലേക്ക് കയറുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം മൊതക്കരയിൽ നിന്നും ഷോർട്ട് കട്ട് വഴി ഞാൻ ഈ വഴിക്ക് കയറുകയാണ്. രാവിലെ ഇറങ്ങുമ്പം തന്നെ നല്ല കട്ട മഞ്ഞായിരുന്നു. നമുക്ക് ഈ ക്ലൗഡ് ബെഡ് എന്ന് പറയുന്ന സംഭവം കാണണമെങ്കിൽ ഇതുപോലെ മഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണം. ഇങ്ങനെ മഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലെത്തുമ്പം ആ ഒരു ക്ലൗഡ് ബെഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ കാണുന്നതാണ് മാനന്തവാടി തരുവണ പടിഞ്ഞാറത്തറ റൂട്ട് എന്ന് പറയുന്നത്. പടിഞ്ഞാറത്തറയ്ക്കും തരുവണയ്ക്കും ഇടയ്ക്കുള്ള ചെറിയൊരു ടൗണാണ് പുതുശ്ശേരിക്കടവ് എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കുറുമ്പാലക്കോട്ടയ്ക്ക് പോകേണ്ടത്. നിങ്ങൾ കോഴിക്കോട് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരെ താമരശ്ശേരി ചുരം എത്തുക, അവിടുന്ന് നേരെ വൈത്തിരി പിടിക്കുക, വൈത്തിരിയിൽ നിന്ന് പടിഞ്ഞാറത്തറ ടൗണിൽ വരിക, പടിഞ്ഞാറത്തറ ടൗണിൽ നിന്ന് പുതുശ്ശേരി കടവ് എത്തിയിട്ട് അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് നേരെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ എത്താൻ പറ്റും. നമ്മൾ നല്ല ക്ലൗഡ് ബെഡ് കാണാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് വരുമ്പോൾ, അതായത് സൂര്യൻ ഉദിച്ച് വരുമ്പം തന്നെ നമ്മൾ ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ടാവണം. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 5:30 നമുക്ക് മുകളിലെത്താൻ പറ്റിയിട്ടുണ്ടാവണം. രാവിലെ ഒരു 5:00 നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൺറൈസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ ഒരു ബെഡ് കാണാൻ പറ്റിക്കൊള്ളും നിർബന്ധമില്ല. കറക്റ്റ് ക്ലൈമറ്റ് ആയിരിക്കണം. അതായത് മഴക്കാറില്ലാത്ത ക്ലൈമറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ബെഡ് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ വളരെ കറക്റ്റാണ്. അതുകൊണ്ട് മാപ്പ് വെച്ച് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ കുറുമ്പാലക്കോട്ട എന്നുള്ളതിൻ്റെ ബേസ്മെൻറ്റിൽ എത്താൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാറ് വെച്ചിട്ട് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇനി ബൈക്കാണ് ഉള്ളതെങ്കിൽ നിങ്ങളിവിടെ ബൈക്ക് വെക്കേണ്ട ആവശ്യമില്ല. നേരെ ആയി ലെഫ്റ്റ് കാണുന്ന റോട്ട് കയറിയിട്ട് നേരെ മുകളിലേക്ക് നമുക്ക് പോകാവുന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് ടോപ്പ് വരെ, അതായത് ഒരു 500 മീറ്റർ മുന്നേ വരെ നമുക്ക് എന്ത് ചെയ്യാം, ബൈക്ക് എത്തും. കാറാണെങ്കിൽ ചിലപ്പോൾ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് താറ് പോലെയുള്ള ഓഫ് റോഡ് വെഹിക്കിൾസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തോട്ട് പോകാൻ പറ്റും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മളിവിടുത്തെ ചേട്ടന്മാരൊക്കെ അങ്ങോട്ട് കാറ് കയറില്ലെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള കാറാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ എടുത്ത് പോകാം. ബൈക്ക് എന്തായാലും പോകാം. ബൈക്ക് ഇവിടെ വെക്കേണ്ട കാര്യമേ ഇല്ല. ഇത് പബ്ലിക് റോഡാണ്. ഈ ഒരു എൻട്രൻസ് മുതൽ ഏറെക്കുറെ 2 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഈ 2 കിലോമീറ്റർ മുകളിലേക്ക് ഇവർ ജീപ്പിന് നമ്മളെ വേണമെങ്കിൽ കൊണ്ട് ഇവിടം വരെ എത്തിക്കും. ഇവിടുന്ന് വീണ്ടും 1 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കാനുണ്ട്. 600 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ കൊണ്ടുവിടാൻ വേണ്ടി ഇവർ ചാർജ് ചെയ്തത്, ഒരു ജീപ്പിന്. ഒരാൾക്കല്ല, ഒരു ജീപ്പിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ 5-6 പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ ഒരാൾക്ക് 100 രൂപയ്ക്ക് വെച്ചേ ആവത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ മുകളിലേക്ക് നടന്നു തുടങ്ങി. നേരം വെളുത്തു വരുന്നുണ്ടായിരുന്നു. ആകാശത്തിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് കുറുമ്പാലക്കോട്ടയുടെ അടിവാരം എന്ന് പറയുന്നത്. ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള മണ്ണിട്ട റോഡാണ്, ജസ്റ്റ് മുകളിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് നമ്മുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും. വീക്കെൻഡ്സിൽ നല്ല തിരക്കായിരിക്കും. വീക്ക് ഡേയ്സിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഹൊറൈസൺ നല്ല ചുവന്ന് തുടുത്ത് നിൽക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ പുറപ്പെടും. ഇത്ര നേരം ഇരുട്ടത്ത് കൂടെ നടന്നു വന്ന് പെട്ടെന്ന് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇതുപോലുള്ള 2 തട്ടുകടകളുണ്ടായിരുന്നു. ഇവിടെ നല്ല ചൂട് ഓംലേറ്റും കാപ്പിയും ചായയും എല്ലാം ഇവിടെ കിട്ടും. ഈ 2 കടകളിലും ഗൂഗിൾ പേ ഉണ്ടെന്നുള്ളതാണ് വേറൊരു അത്ഭുതം. വെളിച്ചം കൂടി വരുന്തോറും ആ ഒരു ക്ലൗഡ് ബെഡ് തെളിഞ്ഞ് വരികയാണ്. എന്തൊരു രസമാണെന്നറിയോ കണ്ടുകൊണ്ടിരിക്കാൻ.
കുറുമ്പാലക്കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എൻ്റെ വീട്. ആ കാണുന്നതാണ് ബാണാസുര മല. അതിൻ്റെ താഴ്വാരത്താണ് എൻ്റെ വീടിരിക്കുന്നത്. അടുത്ത എൻ്റെ ഒരു വീഡിയോ വരാൻ പോകുന്നത് ആ മലയിലേക്കുള്ള ട്രക്കിംഗ് ആണ്. അങ്ങനെ എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി സൺറൈസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഏതാനും നിമിഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സൂര്യൻ പതുക്കെ ഉദിച്ചുയർന്നിരിക്കുകയാണ്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. നമ്മൾ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പോകും. ഒരേ സമയത്ത് നമുക്ക് ചന്ദ്രനെയും സൂര്യനെയും കാണാം. ആ ഒരു പക്ഷി അതിലൂടെ പറന്നു പോയി സൂര്യൻ്റെ അടുത്തേക്ക് എത്തുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സൂര്യൻ ശരിക്കും പൂർണ്ണമായിട്ട് ഉദിച്ചതിന് ശേഷം അത്യാവശ്യം വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും സഞ്ചാരികൾ സൂര്യൻ ജസ്റ്റ് ഒന്ന് ഉദിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോവാറാണ് പതിവ്. പക്ഷേ ഒരിക്കലും നമ്മളങ്ങനെ പോകരുത്. സൂര്യൻ കുറച്ചങ്ങ് മുകളിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ താഴെയുള്ള മഞ്ഞ് പ്യുവർ വൈറ്റായിട്ട് കാണാൻ പറ്റുക. അപ്പോഴാണ് കറക്റ്റ് ക്ലൗഡ് ബെഡായിട്ട് നമുക്കത് കാണാൻ പറ്റുക. ഇത് ഏറെക്കുറെ 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കുന്നാണ്. ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇതേപോലെ ഇറങ്ങാൻ പറ്റും. ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴും ഓരോ ടൈപ്പ് വ്യൂ ആണ് നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ശരിക്കും നമുക്ക് അതിനകത്തൊക്കെ എടുത്ത് ചാടാൻ വേണ്ടി തോന്നും. അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വെയിലാവും തോറും താഴെയുള്ള ഗ്രാമങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരും. അപ്പോഴേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു.
അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന റോഡ്. ശരിക്കും ഇവിടം വരെ നമുക്ക് ബൈക്ക് എത്തും. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 500 മീറ്ററോളം ഇത്രയും ഈ കാണുന്ന രീതിയിലുള്ള ഓഫ് റോഡാണ്. ഇതിലൂടെ ഓടിച്ച് കയറ്റാൻ കോൺഫിഡൻസ് ഉള്ള ബൈക്കേഴ്സിന് ഈസി ആയിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി പോരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടം വരെ എത്തിയിട്ട് ഇവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് പോന്നാലും മതി. അവിടെ ഇവിടെയായിട്ട് ഇതേപോലെയാണ് റോഡിൻ്റെ അവസ്ഥ താഴേക്കുള്ളത്. ഈ ഒരു റൂട്ടിലാണ് നമുക്ക് കാർ ഓടിച്ച് കയറ്റേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കൂടെ കയറിപ്പോരാം. ഇതേപോലെ ഇടയ്ക്ക് ഒരുപാട് ടാറിട്ട റോഡ്, കോൺക്രീറ്റ് ഒക്കെയാണ് വരുന്നത്. വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഓഫ് റോഡ് എന്ന് പറയാൻ വേണ്ടി ഉള്ളൂ. പിന്നെ സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ട് പോകരുത്. കാരണം ഇങ്ങനെ ഒരുപാട് സർവീസ് ഇവർ നടത്തുന്നതുകൊണ്ട്, ജീപ്പ് സർവീസ് നടത്തുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. കാരണം പിന്നെ നമ്മൾ സൈഡിൽ നിർത്തിയിട്ടിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും വണ്ടി ബ്ലോക്ക് ആവും. നമ്മളങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ഇത് എവിടെയും നിർത്തിയിട്ടത് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ റബ്ബർ തോട്ടമായിരുന്നു, നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട്. 40 രൂപയാണ് കാറിന് ഇവർ മേടിച്ചത്. കണ്ടില്ലേ, നല്ല മഞ്ഞാണ് ഇവിടെയൊക്കെ ഇപ്പോഴും. നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഒരു മഞ്ഞാണിത്. മുകളിൽ വെയിലായിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ ഇപ്പോഴും വെയിലായിട്ടില്ല. ഇവിടെ വെയിലാവണമെങ്കിൽ ഇനി ഒരു 11 മണിയെങ്കിലാവും. ഇപ്പം സമയം 8:30 ആയിട്ടേ ഉള്ളൂ. കുറുമ്പാലക്കോട്ടയം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗിയാണ് ബാക്കി നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ രാവിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്കൂളുള്ള ദിവസമായിരുന്നു. കണ്ടില്ല എന്ത് രസമാണ് ആ സ്കൂട്ടിയിൽ ഇങ്ങനെ 2 മക്കളെയും വെച്ച് അവർ പോകുന്നത് കാണാൻ മഞ്ഞത്ത് കൂടെ. വല്ലപ്പോഴും വരുന്നുണ്ട്, നമുക്കേ രസം കാണത്തുള്ളൂ. അവരെപ്പോഴും തണുത്ത് മരച്ചിരിക്കുകയായിരിക്കും. തിരിച്ച് പുതുശ്ശേരിക്കടവ് ഏരിയയിലേക്ക് എത്തുമ്പോഴേക്ക് വിശാലമായിട്ടുള്ള പാടശേഖരമാണ് പിന്നുള്ളത്. നെല്ലൊക്കെ മൊത്തം കൊയ്ത് മെതിച്ചിട്ടിരിക്കുകയാണ്. ചില വയലുകൾ കൊയ്യാനുണ്ട്, ചിലത് കൊയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി എടുത്ത് ഞങ്ങൾ നെല്ല് കൊയ്ത ഒരു ഏരിയയിലേക്ക് ഇറങ്ങി. എന്തൊരു ഫീലാണെന്നറിയോ വയനാട്ടിൽ കൂടെ രാവിലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാനും രാവിലെ തന്നെയുള്ള ആ ഒരു ഗ്രാമഭംഗി കാണാനും ഒക്കെ. ഇപ്പോൾ ഏതൊരു നെൽവയലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒക്കൽ മെഷീനാണുള്ളത്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ മൊത്തം നെല്ല് ഒക്കി വെക്കുന്നത്. തലേ ദിവസം ഒക്കിയിട്ട നെല്ലുകൾ ഈ ചേട്ടന്മാർ ചാക്കിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു. കുറേ കാലമായി നെല്ലൊക്കെ ഇങ്ങനെ കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് നെല്ലിൻ്റെ എടുത്തു. അങ്ങനെ അവിടുന്ന് നമ്മുടെ വണ്ടി എടുത്തു. അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറുമ്പാലക്കോട്ട എന്ന വയനാട്ടിലെ അതിമനോഹരമായ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ കാണുന്നതാണ് ബാണാസുര മല. ഇതിൻ്റെ ഒരു ട്രക്കിംഗ് വീഡിയോ അടുത്ത ദിവസങ്ങളിലായിട്ട് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.